ഗൾഫിലേക്ക് പോകാനായിട്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, അത് എവിടെയും ആയിക്കോട്ടെ, നിങ്ങളുടെ നഗരവും നിങ്ങളുടെ ടൗൺഷിപ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഏത് ഏജൻസിയും ആയിക്കോട്ടെ, അപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നമ്മുടെ ഇവിടെ ഒരു ഏജൻസി ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളൊരു മനോരമ ന്യൂസ് പേപ്പറിൽ കണ്ട് അവരൊരു പരസ്യം കണ്ട് 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടും, പോകാനായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പിന്നീട് അവരുടെ ഓഫീസ് സ്റ്റാഫ് നമ്മളെ വിളിക്കും, നമ്മൾ അതിലേക്ക് ആകർഷിക്കും. നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട്, നമ്മുടെ മോശം കണ്ടീഷൻ കൊണ്ട് നമ്മളത് പോകാനായിട്ട് തയ്യാറെടുക്കും. അത് എന്തും ആയിക്കോട്ടെ, നമുക്ക് അവർ വഴിയെ പോകാനായിട്ട് ഇപ്പോൾ ഒരു നിർവാഹമുള്ളൂ, ഗൾഫിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും നമുക്കൊരു വിസ പ്രൊവൈഡ് ചെയ്ത് തരണം. അത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതെല്ലാം ഒരു പാർട്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് ECNR ആയാലും ഇലക്ട്രോണിക് ക്ലിയറൻസ് നോട്ട് റിക്വയർഡ്, അതിനാണെങ്കിൽ ഗൾഫിലേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് ഏജൻസിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ചതിവ് പറ്റി ഞാനിതിനെ പറ്റിയൊക്കെ ഒരു അന്വേഷണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇലക്ട്രോണിക് ക്ലിയറൻസ് റിക്വയർഡ് ആണെങ്കിൽ ശരി, നിങ്ങൾ പോയിട്ട് നേരിട്ട് എവിടെയാണ് എംബസിയിലാണെങ്കിൽ പോയിട്ട് നിങ്ങൾ തിരുവനന്തപുരം വരെ പോയിട്ട് നിങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്താൽ മതി. അതിൻ്റെ കാര്യങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി ചെയ്യാവുന്ന കാര്യങ്ങളില്ല, നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ഇവർ നമ്മുടെ അടുത്ത് നുണ പറഞ്ഞിട്ടാണ് ഈ പാസ്പോർട്ട് മേടിക്കുന്നത്. എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നത്? ഇതൊന്ന് ചെക്ക് ചെയ്യണം, എംബസി വെരിഫിക്കേഷൻ ഉണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് മിക്കവാറും UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് ആവശ്യമില്ല. UAEയിൽ അബുദാബിയിലേക്കും എനിക്ക് തോന്നുന്നു, പ്രൊവിൻസിലേക്ക് അബുദാബി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എംബസിയിൽ നമുക്ക് ഡയറക്റ്റ് പോകട്ടെ. അത് നമുക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ കുവൈറ്റിലേക്ക് പോകാനായിട്ട് എംബസിയുടെ ഇത് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ECNR ആണെങ്കിലും എംബസിയിൽ പോയിട്ട് ക്ലിയറൻസ് ചെയ്യണം. മറ്റുള്ള ഈ പറഞ്ഞ ദുബായിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കാൻഡ് കോപ്പി മാത്രം മതി. നമ്മുടെ പാസ്പോർട്ടിൻ്റെയും നമ്മുടെ ഫോട്ടോയുടെയും കാര്യങ്ങളൊക്കെ, നമ്മുടെ കാര്യങ്ങൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ആധാറാണോ നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇത് മാത്രം മതി, സ്കാൻഡ് കോപ്പി മാത്രം മതി ഇവർക്കത് വിസ റെഡിയാക്കാനായിട്ട്. ഞാനിത് ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. വിസ റെഡിയാക്കാനായിട്ട് ഇനി കുവൈറ്റിലേക്ക് പോകാനായിട്ട് എംബസിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോയാൽ മതി. നമ്മൾ ഒരു കാരണവശാലും ഇവർക്ക് കൊടുക്കരുത്. ഇവർ നമ്മളെ ചതിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ഇവർ കൊണ്ടേ കോടതിയിലിടും. ഇവർക്ക് അതിനുള്ളൊരു വകുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.